നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം ശ്രീ കെ എം ഷാജകൻ. കഴിഞ്ഞ കുറെ ദിവസങ്ങളായി കേരളം അക്ഷമയോടെ നോക്കിയിരിക്കുകയാണ്. നവീൻ ബാബുവിന്റെ ദുരൂഹ മരണത്തിൽ ഭാര്യ മഞ്ജുഷ ഹൈക്കോടതിയിൽ നൽകിയ ഹർജിയിൽ എന്തായിരിക്കും വിധിയെന്ന്. ഒരു CBI അന്വേഷണം ആവശ്യപ്പെട്ടാണ് മഞ്ജുഷ ഹൈക്കോടതിയെ സമീപിച്ചത്. പക്ഷെ ദിവസങ്ങൾ നീളുന്നു. ഏറ്റവും ഒടുവിൽ കോടതി അവധി കഴിഞ്ഞേ വിധി വരൂ എന്നൊക്കെയാണ് ഇപ്പോൾ പുറത്തുവരുന്ന സൂചനകൾ. ഓരോ ദിവസം കഴിയും തോറും ആ തെളിവുകൾ അട്ടിമറിക്കപ്പെടാനുള്ള സാധ്യത ഏറുകയല്ലേ. മറുവശത്ത് നവീൻ ബാബുവിന്റെ കേസ് മാധ്യമങ്ങൾ കൈയൊഴിഞ്ഞ മട്ടിലാണ്. ഇത് ഒരു മൗനത്തിലേക്ക് അല്ലെങ്കിൽ വിസ്മൃതിയിലേക്ക് കടക്കുന്നതിന്റെ സൂചനകളാണോ? എന്താണ് അങ്ങയുടെ ഒരു നിരീക്ഷണം? ശോഭന, എനിക്ക് തോന്നുന്നത് സമീപകാല ചരിത്രത്തിൽ കേരളത്തിലെ പൊതുമണ്ഡലം ഒന്നാകെ ഇത്രയേറെ അക്ഷമയോടുകൂടി ഒരു വിധിന്യായം കാത്തിരിക്കുന്നത് ആദ്യമായിരിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇതിനു മുമ്പ് ഇതുപോലെ ഓരോ വിഷയങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ നമ്മൾ പൊതുജനങ്ങളുടെ ഒരു ശ്രദ്ധ നമ്മൾ പരിശോധിച്ച് നോക്കിയാൽ അപ്പൊ മാധ്യമങ്ങൾ അതിനകത്ത് താല്പര്യം കുറവ് കാണിച്ചു എന്നൊക്കെ ഉള്ളത് ശരിയായിരിക്കാം, അത് അവിടെ നിൽക്കട്ടെ. മാധ്യമങ്ങൾ എത്ര താല്പര്യക്കുറവ് കാണിച്ചാലും എൻ്റെ ഒരു അനുഭവത്തിൽ പൊതുമണ്ഡലം ഇത്രയേറെ താല്പര്യത്തോടുകൂടി ഈ പറഞ്ഞ പോലെ കീപ്പിംഗ് ദ ഫിംഗേഴ്സ് ക്രോസ്ഡ് എന്നൊക്കെ പറയും, ഇത്രയേറെ അക്ഷമയോടുകൂടി ഒരു വിധിന്യായം അടുത്ത കാലത്തൊന്നും കാത്തിരുന്നിട്ടുണ്ടാവും എന്ന് എനിക്ക് തോന്നുന്നില്ല. നമുക്കറിയാം, ഈ നവീൻ ബാബു ആത്മഹത്യ ചെയ്യപ്പെട്ടു എന്ന് പറഞ്ഞിട്ടുള്ള വാർത്ത നമ്മൾ അറിയുന്ന ഒക്ടോബർ 15-നാണ്. ആ ഒക്ടോബർ 15 കഴിഞ്ഞ് ഇപ്പൊ നവംബർ 15 കഴിഞ്ഞ് ഡിസംബർ 15 കഴിഞ്ഞ് നമ്മളിപ്പോ ജനുവരിയിലേക്ക് കടക്കുന്ന ഒരു സാഹചര്യത്തിലാണ് നമ്മളിപ്പോ നിൽക്കുന്നത്. നമുക്കറിയാം, ഈ ആത്മഹത്യ, ഈ മരണം ആത്മഹത്യയാണ് എന്നുള്ള നിലയിലാണ് നമുക്ക് ആദ്യം വാർത്ത നമ്മൾ കേൾക്കുന്നത്. വളരെ ദുരുദ്ദേശപരമായിട്ടുള്ള ഒരു പ്രസംഗം അന്ന് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റായിരുന്ന PP ദിവ്യ പരസ്യമായി ADM-നെ സാക്ഷി നിർത്തി നടത്തിയെന്നു. അത് കേട്ട് മനംനൊന്ത നവീൻ ബാബു തന്റെ ഔദ്യോഗിക ക്വാർട്ടേഴ്സിൽ പോയി തൂങ്ങി മരിച്ചു എന്നും അത് അദ്ദേഹത്തിന്റെ ഡ്രൈവറും അദ്ദേഹത്തിന്റെ ഗൺമാനും ഒക്കെ ഉള്ള ചില ആളുകളാണ് അത് കണ്ടെത്തിയത് എന്നുമുള്ള വാർത്തയാണ് നമുക്ക് ആദ്യം പുറത്തേക്ക് കിട്ടുന്നത്. എനിക്ക് തോന്നുന്നു ആദ്യം ആ വാർത്ത പുറത്തേക്ക് കിട്ടി ഏതാനും മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ ഒരുപക്ഷെ ആദ്യമായി പലരും അവകാശവാദം വേറെ ഉന്നയിക്കുന്നുണ്ടെങ്കിലും അത് ആദ്യമായ ഒരു കൊലപാതകത്തിന്റെ സാധ്യതയാണ് എന്നുള്ളത് ഒരുപക്ഷെ ആദ്യമായി പറഞ്ഞത് സോയ്മോനായിരിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത്. എന്റെ കാരണം, എന്റെ ഒരു തർക്കം പറയാൻ കാരണം ചില ക്രൈം ഓൺലൈൻ്റെ എഡിറ്ററായിട്ടുള്ള നന്ദകുമാർ ഇന്നലെ എന്നോട് തർക്കിച്ചു. ഞാൻ പറഞ്ഞു ആയിക്കോട്ടെ, എന്റെ അനുഭവത്തിൽ സോയ്മോനാണ് അത് ആദ്യം പറഞ്ഞത് എന്ന് ഞാൻ അങ്ങോട്ട് പറഞ്ഞിരുന്നു. അപ്പൊ ആദ്യം ഇത് ആത്മഹത്യ ആയിരുന്നു എന്ന് എന്നെ പോലുള്ള ആളുകൾ തന്നെ ചിന്തിച്ചു. എന്നാൽ അത് പിന്നീട് ഇവോൾവ് ചെയ്ത് വന്നപ്പോ അത് ആത്മഹത്യയല്ല കൊലപാതകമാണ് എന്നുള്ള നിലയിലേക്ക് അത് മാറി. ഈ കുടുംബത്തിന് പരിപൂർണ പിന്തുണ കൊടുക്കും എന്ന് പറഞ്ഞ് CPM ഇതിൽ പ്രത്യക്ഷപ്പെട്ടു. ആദ്യാവസാനം ഞങ്ങൾ ഏതറ്റം വരെയും ഈ കുടുംബത്തിനോടൊപ്പം നിൽക്കും എന്ന് ആദ്യം ഈ നവീൻ ബാബുവിന്റെ ബന്ധുവും ഒക്കെ ആയിട്ടുള്ള മലയാലപ്പുഴ മോഹൻ ആദ്യം പറഞ്ഞു. അതിനെ തുടർന്ന് പിന്നെ CPM-ന്റെ സംസ്ഥാന സെക്രട്ടറി തന്നെ, പത്തനംതിട്ട ജില്ലാ സെക്രട്ടറി KP ഉദയഭാനു പിന്തുണയുമായി വന്നു. അതിനുശേഷം CPM-ന്റെ സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ തന്നെ അവിടെ ചെന്നിട്ട് പച്ചപ്പരസ്യമായി ഞാനാണ് പാർട്ടി സെക്രട്ടറി, ഞാൻ പറയുന്നു ഈ ഏറ്റവും അവസാന നിമിഷം വരെ ഞങ്ങൾ കുടുംബത്തോടൊപ്പം നിൽക്കും എന്ന് പറയുന്നത് നമ്മൾ കേട്ടു ആദ്യം തന്നെ. എന്നാൽ അതേസമയം തന്നെ കണ്ണൂർ ജില്ലാ സെക്രട്ടറി MV ജയരാജൻ ഇതില് വ്യത്യസ്തമായ അഭിപ്രായം പറഞ്ഞ് നമ്മൾ കേട്ടു. അതങ്ങനെ പോയി. ആദ്യം പോലീസിന്റെ ഒരു അന്വേഷണം നടന്നു. ആ അന്വേഷണത്തെ കുറിച്ചിട്ട് ഒരുപാട് വിമർശനങ്ങൾ വന്നു. വിമർശനങ്ങൾ കടുത്തപ്പോൾ 10 ദിവസം കഴിഞ്ഞപ്പോഴത്തേക്കും സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിന്റെ ഒരു അന്വേഷണം ഏർപ്പാടാക്കി. ആ അന്വേഷണം ഏർപ്പാടാക്കിയപ്പോഴും ആദ്യം അന്വേഷിച്ച പോലീസ് ഉദ്യോഗസ്ഥർ കണ്ണൂരിലെ SHO, ടൗൺ പോലീസ് സ്റ്റേഷനിലെ SHO തന്നെയാണ് ആ അന്വേഷണവുമായിട്ട് മുന്നോട്ട് വന്നത്. എന്തായാലും സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിനെ വെച്ചു. ആ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിന്റെ അന്വേഷണം സംബന്ധിച്ചും ഒരുപാട് വിമർശനങ്ങൾ ഉയർന്നു വന്നു. ആദ്യം ഈ നവീൻ ബാബുവിന്റെ കുടുംബം ഈ അന്വേഷണം ശരിയായ രീതിയിൽ പോകും എന്നുള്ള നിലയിൽ അവർ മുന്നോട്ട് പോയി. പക്ഷെ അവർക്കുള്ള അസ്വസ്ഥതകൾ പിന്നീട് പുറത്തു വരുന്നത് നമ്മൾ കണ്ടു.
അവസാനം നവംബർ 16-നാണെന്നാണ് എൻ്റെ ഓർമ്മ, അവര് കണ്ണൂര് അതിനിടയിൽ വന്ന സംഭവം എന്തായിരുന്നു? അതിനിടയിൽ ആദ്യം വന്ന സംഭവം എന്ന് പറഞ്ഞാൽ ഇവരുടെ മുൻകൂർ ജാമ്യവുമായി ബന്ധപ്പെട്ടിട്ടുള്ള വാദം തലശ്ശേരി സെഷൻസ് കോടതിയിൽ വന്നു. ആദ്യം ഇവർക്ക് മുൻകൂർ ജാമ്യം കൊടുത്തില്ല. അതിനുശേഷം ഏതാനും ദിവസങ്ങൾക്ക് ശേഷം വീണ്ടും വാദം വന്നപ്പോൾ അവർക്ക് മുൻകൂർ ജാമ്യം എങ്ങനെ കൊടുക്കരുതെന്ന് പറഞ്ഞോ അതേ വിധിന്യായം ഉദ്ധരിച്ചുകൊണ്ട് തലശ്ശേരി സെഷൻസ് കോടതിയിലെ ജഡ്ജ് ഇവർക്ക് ജാമ്യം അനുവദിക്കുന്നത് നമ്മൾ കണ്ടു. അതിനുശേഷം പിന്നീട് നമ്മൾ ഒരു മാസം കഴിഞ്ഞപ്പോ ജാമ്യ വ്യവസ്ഥകൾ ഇളവ് ചെയ്യുന്നത് വരെ നമ്മൾ കണ്ടു. അവർക്ക് കണ്ണൂർ ജില്ലയ്ക്ക് പുറത്തേക്ക് പോകാം, അവരിഷ്ടമുള്ളപ്പം അന്വേഷണ ഉദ്യോഗസ്ഥന്റെ മുന്നിൽ പോയാൽ മതി എന്ന് പറയുന്നത് നമ്മൾ കേട്ടു. എം.വി. ജയരാജനാകട്ടെ വന്നിട്ട് ആദ്യം പറഞ്ഞത് കൈക്കൂലി കൊടുത്തെന്നും കൊടുത്തില്ല എന്നുമൊക്കെയുള്ള ആരോപണങ്ങളുണ്ട് എന്ന് പറയുന്നത് നമ്മൾ കേട്ടു. ഏറ്റവും അവസാനം എം.വി. ജയരാജൻ വന്നിട്ട് എന്താ പറഞ്ഞത്? ഇത് കൊലപാതകമാണെന്നാണ് ഇപ്പം പറയുന്നത്. അപ്പൊ പിന്നെ സ്വാഭാവികമായും പി ദേവിക്ക് അതിനകത്തൊരു പങ്കുമില്ലല്ലോ എന്ന് വരെ പറഞ്ഞുകൊണ്ട് പച്ച പരസ്യമായി പ്രതിക്ക് അനുകൂലമായി വരുന്നത് നമ്മൾ കണ്ടു. പ്രതി ജയിലിൽ നിന്ന് ഇറങ്ങുന്ന സമയത്ത് സംസ്ഥാന സെക്രട്ടറിയുടെ ഭാര്യ അവിടെ പോയി ഈ കുട്ടിയെ കാണാൻ അമ്മ കാത്തു നിൽക്കുന്നത് പോലെ തൊഴുകയോടെ നിൽക്കുന്നത് നമ്മൾ കണ്ടു. അവസാനം നവംബർ 16-ആണെന്നാണ് എൻ്റെ ഓർമ്മ, തെളിവുകൾ പ്രിസർവ് ചെയ്യണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് മഞ്ജുഷ കണ്ണൂർ സെഷൻസ് കോടതിയെ സമീപിക്കുന്നത് നമ്മൾ കണ്ടു. അതായത് ഫോൺ സംഭാഷണങ്ങൾ, CDR ഡീറ്റെയിൽസ് പ്രിസർവ് ചെയ്യണം, അതുപോലെ തന്നെ ടവർ ലൊക്കേഷൻ പ്രിസർവ് ചെയ്യണം, അത് പിടിക്കണം, CCTV പ്രിസർവ് ചെയ്യണം എന്നൊക്കെ പറഞ്ഞു പോയി. അപ്പൊ തന്നെ അവർക്ക് ഈ അന്വേഷണത്തിലുള്ള സംശയത്തെ കുറിച്ചിട്ട് നമുക്ക് ചില സംശയങ്ങൾ ഉയർന്നു വന്നു. എന്നാൽ എനിക്ക് തോന്നുന്നു നവംബർ 26-ന് മഞ്ജുഷ പരസ്യമായി തന്നെ ഈ കാര്യത്തിൽ CBI അന്വേഷണം ആവശ്യപ്പെട്ടുകൊണ്ട് അവർ ഹൈക്കോടതിയെ സമീപിച്ചു. അപ്പൊ സ്വാഭാവികമായും അവർക്ക് ഈ അന്വേഷണത്തിൽ, സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിന്റെ അന്വേഷണത്തിലുള്ള പൂർണ്ണമായ വിശ്വാസം നഷ്ടപ്പെട്ടത് കൊണ്ടാണ് അവര് ഹൈക്കോടതിയെ CBI അന്വേഷണം ആവശ്യപ്പെട്ടുകൊണ്ട് അവർ സമീപിച്ചത്. ആ ഹർജിയിൽ അവർ വളരെ കൃത്യമായി അവര് എന്തുകൊണ്ട് CBI അന്വേഷണം വേണം, എന്തൊക്കെ അട്ടിമറികളാണ് ഇതിനകത്ത് നടന്നത്, സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിന്റെ അന്വേഷണം ഏത് തരത്തിലാണ് അട്ടിമറിക്കപ്പെടുന്നത്, ഇൻക്വസ്റ്റ് ഉണ്ടാക്കിയതിലുള്ള വീഴ്ച, പോസ്റ്റ്മോർട്ടം നടന്നതിലുള്ള വീഴ്ച, ഇതെല്ലാം കാര്യകാരണ സഹിതം ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഹൈക്കോടതിയിലെ പ്രഗത്ഭ അഭിഭാഷകനായിട്ടുള്ള ജോൺ റാൽഫ് അവർക്ക് വേണ്ടി ഇത് ഹൈക്കോടതിയിൽ ഇത് സമർപ്പിച്ചു. അതിനകത്ത് അവർ ഒരു പടി കൂടി കടന്ന് അവര് 1-2 കാര്യങ്ങൾ പറഞ്ഞു. ഒന്ന്, ഇതിന് പുറകിൽ ഒരു വലിയ ഗൂഢാലോചനയുണ്ട്. ഇതിൽ ഈ പ്രശാന്തൻ എന്ന് പറഞ്ഞ് ഈ നവീൻ ബാബുവിനെ അഴിമതിക്കാരനായി ചിത്രീകരിക്കാൻ ശ്രമിച്ച അയാൾ ഇതിലൊരു ബിനാമിയാണ്. ഇതിൽ വേറെ സ്വാർത്ഥ താല്പര്യങ്ങൾ, നിശ്ചിത താല്പര്യങ്ങൾ ഇതിനകത്ത് അടങ്ങിയിട്ടുണ്ട് എന്നുള്ള ഒരു വാദഗതി അവർ ആദ്യം മുന്നോട്ട് കൊണ്ടുവന്നു. അതോടൊപ്പം തന്നെ ഇത് സൂയിസൈഡ് ആണോ ഹോമിസൈഡ് ആണോ എന്നുള്ള സംശയം അവരവരുടെ ഹർജിയിൽ കൃത്യമായി ഉന്നയിച്ചു. അതുവരെ ഹോമിസൈഡ് എന്നാണ് പറഞ്ഞിരുന്നതെങ്കിൽ, സൂയിസൈഡ് എന്നാണ് പറഞ്ഞിരുന്നതെങ്കിൽ ഇത് ഹോമിസൈഡ് ആവാനുള്ള സാധ്യതകൾ അവർ എണ്ണി ഇതിൽ പറഞ്ഞു. നവംബർ 26-ാം തീയതി ഹർജി വന്നത് ബെച്ചു കുര്യൻ തോമസ് പറഞ്ഞിട്ടുള്ള ജഡ്ജിന്റെ മുന്നിലായിരുന്നു. അദ്ദേഹം അത് ഫയൽ സ്വീകരിച്ചിട്ട് നോട്ടീസ് അയച്ചിട്ട് അദ്ദേഹം അത് ഡിസംബർ 6-ലേക്ക് അത് പോസ്റ്റ് ചെയ്തു. എന്നാൽ നിർഭാഗ്യവശാൽ ഡിസംബർ 2-ാം തീയതി ഒരു റോസ്റ്റർ ചേഞ്ച് വന്നു. ജഡ്ജിമാരുടെ ജൂറിസ്ഡിക്ഷണൽ ഏരിയ എല്ലാം മാറി. അങ്ങനെ ബെച്ചു കുര്യൻ തോമസ് മാറി. ആ കേസ് കേൾക്കുന്നത് കൗസർ ഇടപ്പകത്ത് എന്ന് പറഞ്ഞ ഒരു ജഡ്ജിന്റെ മുന്നിൽ വന്നു. അദ്ദേഹം ഡിസംബർ 6-ാം തീയതി കേട്ടു. ചില ചോദ്യങ്ങളൊക്കെ പ്രോസിക്യൂഷനോടും മഞ്ജുഷയോടൊക്കെ ചോദിച്ചു. ആ ഡിസംബർ 12-ാം തീയതി വിശദവാദത്തിന് വെച്ചു. ആ ഡിസംബർ 12-ന് മുമ്പ് സംസ്ഥാന സർക്കാർ പ്രോസിക്യൂഷൻ ഒരു എതിർ സത്യവാങ്മൂലം കോടതിയിൽ സമർപ്പിച്ചു. അങ്ങനെ അത് രണ്ടും കൂടി ഡിസംബർ 12-ന് വാദത്തിന് വരുന്ന സമയത്ത് മഞ്ജുഷയുടെ അഭിഭാഷകൻ ഒരു 18 പേജിന്റെ ആർഗ്യുമെന്റ് നോട്ട് കൂടി കോടതിയിൽ സമർപ്പിച്ചു. അത് വളരെ കൃത്യമായി സംശയലേശമന്യേ അർത്ഥശങ്കയ്ക്കിടയില്ലാത്ത വിധം ഇതിന്റെ കാര്യങ്ങൾ പറയുന്നതായിരുന്നു. അതിൽ പ്രധാനമായി പറഞ്ഞത് പോസ്റ്റ്മോർട്ടത്തിൽ ഉണ്ടായിട്ടുള്ള വീഴ്ചയാണ്. അതിനകത്ത് പോസ്റ്റ്മോർട്ടം സ്റ്റെയിനിങ് ഇതിനെ കുറിച്ചിട്ട്, ഫിക്സേഷനെ കുറിച്ചിട്ടുള്ള കാര്യം പറഞ്ഞു, ലിഗേച്ചർ ഡിസ്ക്രിപ്പൻസിയെ കുറിച്ചിട്ടുള്ള കാര്യം പറഞ്ഞു, അതുപോലെ തന്നെ ആന്തരാവയവങ്ങൾ പരിശോധനയ്ക്ക് അയക്കാത്തതിനെ കുറിച്ചിട്ട് പറഞ്ഞു, ശരീരദ്രാവകങ്ങളൊന്നും പുറത്തേക്ക് വരാത്തതിനെ കുറിച്ചിട്ട് പറഞ്ഞു, ബ്രെയിന്, ഹാർട്ട്, ലങ്സ് ഇതുപോലുള്ള സാധനങ്ങൾ ഹിസ്റ്റോപത്തോളജിക്ക് അയക്കാത്തതിനെ കുറിച്ച് പറഞ്ഞു, സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിന്റെ അന്വേഷണത്തിൽ ഉണ്ടായിട്ടുള്ള വീഴ്ചകൾ എണ്ണി പറഞ്ഞു. അതെല്ലാം പറഞ്ഞ് ഒരു സാധനം കൊടുത്തു. അപ്പൊ അതിനെതിരായിട്ട് ഒരു എതിർ സത്യവാങ്മൂലവുമായി സർക്കാർ വന്നപ്പോൾ സർക്കാർ അതിനകത്ത് 19 കാര്യങ്ങൾ ഇതുമായി തങ്ങൾ ചെയ്തത് എണ്ണി അതിന്റെ 7-8 പേജുകളിൽ അവർ കൃത്യമായി പറഞ്ഞു.
എന്നിട്ട് അവർ പറഞ്ഞു ഇത് ഇനിയിപ്പോ ഹോമിസൈഡ് ആണെങ്കിൽ പോലും അതുകൂടി പരിശോധിക്കാൻ ഞങ്ങൾ തയ്യാറാണ് എന്നവർ പറഞ്ഞു. അതിന്റെ അടിസ്ഥാനത്തിൽ അവർ കൺക്ലൂഡ് ചെയ്തത് ഇത് വളരെ ഇമ്പാർഷ്യൽ ആയിട്ടുള്ള, ഇത് വളരെ ഫാസ്റ്റ് ട്രാക്ക് ആയിട്ടുള്ള, വളരെ എഫിഷ്യന്റ് ആയിട്ടുള്ള ഒരു അന്വേഷണമാണ് ഇതിനകത്ത് നടക്കുന്നത്. അതുകൊണ്ട് CBI അന്വേഷണം ആവശ്യമില്ല എന്ന് കാര്യകാരണ സഹിതം അവർ അതിനകത്ത് പറഞ്ഞു. ഈ രണ്ട് വാദങ്ങളും വിശദമായി ഡിസംബർ 12-ാം തീയതി കോടതി കേട്ടു. മഞ്ജുഷയുടെ ഹർജിയിൽ വിധി പറയാനിരിക്കെ ഇക്കഴിഞ്ഞ ദിവസം CPM ജില്ലാ സെക്രട്ടറി MP ഗോവിന്ദന്റെ ഒരു പ്രസ്താവന, ഇത് ആത്മഹത്യയല്ല കൊലപാതകമാണെങ്കിൽ PP ദിവ്യ കേസിൽ നിന്ന് രക്ഷപ്പെടുമല്ലോ എന്ന പ്രതീക്ഷയാണ് MP ഗോവിന്ദൻ പ്രകടിപ്പിച്ചത്. പാർട്ടിയുടെ ലക്ഷ്യം എന്താണ്? PP ദിവ്യയെ രക്ഷിക്കുക എന്നത് തന്നെയാണോ മുഖ്യ ലക്ഷ്യം? സോമനെ, അത് ഒരു ലക്ഷ്യമല്ല എന്ന് ഞാൻ പറയുന്നില്ല. കാരണം ഈ സംഭവം ഉണ്ടായ സമയം മുതൽ തന്നെ കണ്ണൂർ പാർട്ടി ഈ ദിവ്യയെ രക്ഷിക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമങ്ങളാണ് നടത്തിക്കൊണ്ടിരുന്നത്. ആദ്യം MP ഗോവിന്ദൻ നടത്തിയ MP ജയരാജ് നടത്തിയ പ്രസ്താവന തന്നെ സതുദ്ദേശപരമായിരുന്നു, പ്രസംഗം എന്നുള്ളതായിരുന്നു. അതിനുശേഷം കോടതിയിൽ ഇവരുടെ മുൻകൂർ ജാമ്യത്തെ എതിർത്തുകൊണ്ട് ആണ് സർക്കാർ വാദിച്ചത്. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു K. വിശ്വൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു അഭിഭാഷകനാണ് അവിടെ വാദിച്ചത്. അതിനുശേഷം ശക്തമായി ഇവരുടെ ജാമ്യത്തിന് വേണ്ടിയിട്ടുള്ള വാദം പിന്നീട് നടന്നു. അവരെ ജയിലിൽ നിന്ന് സ്വീകരിക്കാൻ വേണ്ടിയിട്ട് MP ഗോവിന്ദന്റെ ഭാര്യ ഉൾപ്പെടെ അവിടെ പോയി നിന്നു. PK ശ്രീമതി അവർക്ക് അനുകൂലമായിട്ട് കാര്യങ്ങൾ പറഞ്ഞു. അപ്പൊ അത്യാവസാനം ഇവയെ രക്ഷിക്കുക എന്നുള്ളതാണ് CPMന്റെ ലക്ഷ്യം എന്നുള്ളത് നമുക്കറിയാവുന്ന കാര്യമാണ്. പാർട്ടി കേഡർമാർക്ക് തെറ്റുപറ്റിയാൽ അവരെ തിരുത്തുകയാണ് ചെയ്യേണ്ടത് എന്ന് MP ഗോവിന്ദൻ പറഞ്ഞത് നമ്മൾ കണ്ടു. CBI അന്വേഷണത്തെ എതിർക്കുന്നത് കണ്ടു. അപ്പൊ എന്തായാലും PP ദിവ്യയെ രക്ഷിക്കുക എന്നുള്ളത് CPMന്റെ ഒരു പ്രധാനപ്പെട്ട അജണ്ടയാണ് എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. പക്ഷെ CPMനെ ആത്യന്തികമായി അസ്വസ്ഥപ്പെടുത്തുന്നത് ഈ PP ദിവ്യയുടെ ഇതിനകത്തുള്ള ഇൻവോൾവ്മെന്റ് ആണ് എന്ന് ഞാൻ കരുതുന്നില്ല. CBI അന്വേഷണത്തെ ഭയപ്പെടാനുള്ള രണ്ടു പ്രധാനപ്പെട്ട കാരണങ്ങൾ ഈ വിഷയത്തിൽ അന്തർലീനമാണ് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അതിൽ ആ രണ്ട് കാരണങ്ങളും തന്റെ ഹർജിയിൽ മഞ്ജുഷ ഹൈക്കോടതിയുടെ ശ്രദ്ധയിൽ ഇപ്പോൾ പെടുത്തി കഴിഞ്ഞിട്ടുമുണ്ട്. അതിലൊന്ന് എന്ന് പറയുന്നത് ഇത് ആത്മഹത്യയല്ല, കൊലപാതകമാണ് എന്നുള്ളതാണ്. ഇത് സൂയിസൈഡ് അല്ല, ഇത് ഹോമിസൈഡ് ആണ് എന്നുള്ളതാണ്. അത് സംബന്ധിച്ച് കുറെ കാര്യങ്ങൾ മഞ്ജുഷയുടെ ആദ്യത്തെ ഹർജിയിൽ തന്നെ ഉണ്ടായിരുന്നു. പക്ഷെ അതിനേക്കാൾ കൂടുതൽ കാര്യങ്ങൾ മഞ്ജുഷയുടെ അഭിഭാഷകൻ ജോൺ റാൽഫ് കോടതിയിൽ സമർപ്പിച്ച 18 പേജ് വരുന്ന ആർഗ്യുമെന്റ് നോട്ടിൽ ഉണ്ടായിരുന്നു. ഹർജിയിൽ തന്നെ ഇത് സൂയിസൈഡ് അല്ല ഹോമിസൈഡ് ആണെന്നുള്ള അതിന് ഒരുപാട് കാരണങ്ങൾ മഞ്ജുഷ പറഞ്ഞിരുന്നു. ഇൻക്വസ്റ്റ് തയ്യാറാക്കിയതിൽ ഉണ്ടായിട്ടുള്ള താമസം, അവർ വരുന്നതിന് മുമ്പ് ചെയ്തത്, ഈ പോസ്റ്റ്മോർട്ടം തന്നെ അവര് വരുന്നതിന് മുമ്പ് ചെയ്തത്, അത്തരം കാര്യങ്ങളെ കുറിച്ചിട്ട് അവിടെ പറഞ്ഞിരുന്നു. എന്നാൽ പിന്നീട് ഈ സത്യവാങ്മൂലവുമായി ബന്ധപ്പെട്ടുകൊണ്ട് കോടതിയിൽ കൊടുത്തിട്ടുള്ള ആർഗ്യുമെന്റ് നോട്ടിലാണ് വളരെ വ്യക്തമായി അർത്ഥശങ്കയ്ക്കിടയില്ലാത്ത വിധം പോസ്റ്റ്മോർട്ടത്തിലുള്ള വീഴ്ചകൾ എണ്ണി പറഞ്ഞത്. അത് 5 വീഴ്ചകൾ എണ്ണി പറഞ്ഞിരുന്നു. ഈ പോസ്റ്റ്മോർട്ടം സ്റ്റെയിനിങ്ങും ഫിക്സേഷനും ഉള്ള കാര്യം പറഞ്ഞിരുന്നു. ലിഗേച്ചർ ഡിസ്ക്രീപ്പൻസിയുടെ കാര്യം പറഞ്ഞിരുന്നു. ശരീരദ്രാവകങ്ങൾ പുറത്തേക്ക് വരാത്തത് പറഞ്ഞിരുന്നു. ആന്തരിക അവയവങ്ങൾ ഹിസ്റ്റോപത്തോളജിക്ക് അയച്ചു കൊടുക്കാത്തതിനെ കുറിച്ച് പറഞ്ഞിരുന്നു. മറ്റ് ചില അവയവങ്ങൾ ഹിസ്റ്റോപത്തോളജി, അങ്ങനെ 5 ന്യായങ്ങൾ പറഞ്ഞിരുന്നു. ആ 5 ന്യായങ്ങളിലൂടെ എല്ലാം തന്നെ മഞ്ജുഷ കോടതിയുടെ മുന്നിൽ കൊണ്ടുവരാൻ ശ്രമിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വാദം എന്ന് പറയുന്നത് തന്റെ ഭർത്താവ് ആത്മഹത്യ ചെയ്യുകയല്ല ചെയ്തിട്ടുള്ളത്, തന്റെ ഭർത്താവിനെ വധിക്കുകയാണ്, കൊല്ലുകയാണ് ചെയ്തിട്ടുള്ളത്, ഹോമിസൈഡാണ്. സ്വാഭാവികമായും ഹോമിസൈഡ് എന്ന് പറയുമ്പോൾ ആ ഹോമിസൈഡ് ചെയ്തവരുണ്ടാവണം, കൊല്ലുകയാണെങ്കിൽ കൊലയാളികൾ ഉണ്ടാവണം, ഘാതകരുണ്ടാവണം. അപ്പൊ സ്വാഭാവികമായും ഇത് സൂയിസൈഡ് അല്ല ഹോമിസൈഡ് ആണ് എന്നുള്ള നിലയിലേക്ക് കോടതി പോവുകയും CBI അന്വേഷണം പോവുകയും ഒക്കെ ചെയ്താൽ പിന്നെ കൊല ചെയ്തത് ആര് എന്നുള്ളിടത്തേക്ക് പോകും. അത് CPMനെ സംബന്ധിച്ചിടത്തോളം വലിയ അസ്വസ്ഥത ഉളവാക്കുന്ന ഒരു കാര്യമാണ്. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത്, ഇത് CPMന്റെ ആദ്യം മുതലുള്ള ഒരു നെറേറ്റീവ് എന്ന് പറയുന്നത് ഇത് ദിവ്യയുടെ ദുരുപദിഷ്ടിതമായിട്ടുള്ള പ്രസംഗത്തിന്റെ അടിസ്ഥാനത്തിൽ മനം നൊന്ത് ഇയാൾ ആത്മഹത്യ ചെയ്തു എന്നുള്ളത്, നവീൻ ബാബു ആത്മഹത്യ ചെയ്തു. പക്ഷേ മഞ്ജുഷ കോടതിയിൽ കൊടുത്തിട്ടുള്ള സത്യവാങ്മൂലത്തിൽ പറഞ്ഞിട്ടുള്ളത് എന്താണ്? പറഞ്ഞിട്ടുള്ളത് ഈ പ്രശാന്തൻ എന്ന് പറഞ്ഞിട്ടുള്ള ക്യാരക്ടർ ഒരു ബിനാമിയാണ്, അയാള് ഇതിനകത്ത് ഇൻവോൾവ് ആയിട്ടുള്ളത് ഇതിന്റെ പുറകിലുള്ള ഒരു ലാർജർ കോൺസ്പിറസിയാണ് കാണിക്കുന്നത്. അപ്പൊ സ്വാഭാവികമായും പ്രശാന്തന്റെ പുറകിൽ ഇത് സ്വാർത്ഥ താല്പര്യക്കാരുണ്ട്, അവരെ കണ്ടുപിടിക്കുക കൂടി ചെയ്യണം. അപ്പൊ ഒരു ഗൂഢാലോചന. അപ്പൊ ഈ 2 കാര്യങ്ങളുണ്ട്. ഒന്ന്, ആത്മഹത്യയല്ല കൊലപാതകമാണെന്നുള്ളത്. 2,
ഇത് പിന്നെ സ്ട്രെയിറ്റ് ഫോർവേഡ് ആയിട്ടുള്ള ഒരു കാര്യമല്ല. ഇതിന്റെ പുറകിൽ ഒരു വൈഡർ കോൺസ്പിറസി ഉണ്ട് മറ്റുള്ളവരുടെ. ഈ രണ്ട് കാര്യങ്ങളും കണ്ണൂർ CPM-നെ അതിശക്തമായി കുലയ്ക്കാൻ പോകുന്ന സംഭവവികാസമാണ്. നമ്മളിപ്പോൾ മനസ്സിലാക്കേണ്ടത് ഇപ്പം സമ്മേളനങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ആ സമ്മേളനങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നതിനിടയിൽ ഈ കാര്യങ്ങൾ കോടതി അംഗീകരിക്കുകയും ഈ കേസ് കോടതി CBI അന്വേഷണത്തിൽ വിടുകയും ചെയ്താൽ CPM-ന്റെ അടിവേര് തോണ്ടുന്ന ഒരു നിലയിലേക്ക് അത് പോകും. അതുകൊണ്ട് ദിവ്യയെ രക്ഷപ്പെടുത്തുക എന്നുള്ളത് ഒരു ഘടകമാണെങ്കിൽ പോലും അതിനപ്പുറത്ത് CPM-നെ ആശങ്കപ്പെടുത്തുന്ന പല പ്രധാനപ്പെട്ട വിഷയങ്ങളും ഈ കേസിൽ അന്തർലീനമായിട്ടുണ്ട്. നവീൻ ബാബുവിനെതിരായ ഒരു വിജിലൻസ് കേസ്, പ്രത്യേകിച്ച് കൈക്കൂലി അഴിമതി നടത്തി എന്ന ആരോപണം ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ പൊളിച്ചെടുക്കുന്ന വിജിലൻസ് റിപ്പോർട്ട് തന്നെ പുറത്തു വന്നു. കോടതിയുടെ പരിഗണനയിലിരിക്കുന്ന ഈ കേസിൽ എന്ത് വിധിയാണ് അങ്ങ് പ്രതീക്ഷിക്കുന്നത്? അതില് ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ശക്തമായ വാദം മഞ്ജുഷയുടെ അഭിഭാഷകന് കോടതിയിൽ ഉന്നയിക്കാൻ വേണ്ടിയിട്ട് കഴിഞ്ഞിട്ടുണ്ട്. സർക്കാർ കോടതിയിൽ കൊടുത്തിട്ടുള്ള എതിർ സത്യവാങ്മൂലത്തിലെ ഓരോ വിഷയത്തെയും എടുത്ത് ഖണ്ഡിക്കാൻ കാര്യകാരണ സഹിതം മഞ്ജുഷയുടെ അഭിഭാഷകന് കഴിഞ്ഞിട്ടുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതായത് SITയുടെ അന്വേഷണം കാര്യക്ഷമമല്ല, അതുകൊണ്ട് CBI അന്വേഷണം വേണം എന്നുള്ളതാണ്. അപ്പൊ SITയുടെ അന്വേഷണം കാര്യക്ഷമമല്ല എന്ന് അർത്ഥശങ്കയ്ക്കിടയില്ലാത്ത വിധം മഞ്ജുഷയുടെ അഭിഭാഷകന് കോടതിയിൽ അവതരിപ്പിക്കാൻ വേണ്ടിയിട്ട് കഴിഞ്ഞിട്ടുണ്ട്. കോടതി ആ വാദങ്ങളൊക്കെ തന്നെ വളരെ സമചിത്തതയോടുകൂടി ഡിസംബർ 12 കേട്ടു എന്നുമാണ് ഞാൻ മനസ്സിലാക്കുന്നത്. രണ്ടാമത്തെ ഒരു പ്രധാനപ്പെട്ട കാര്യം ഈ കേസ് കേട്ടിട്ടുള്ള ജഡ്ജിനെ കുറിച്ചിട്ടാണ്. ഈ കേസ് കേട്ട ജഡ്ജിന്റെ പേര് കൗസർ ഇടപ്പകത്ത് എന്നാണ്. അദ്ദേഹം ഒരു PhD കിട്ടിയിട്ടുള്ള ഒരു ഡോക്ടർ കൗസർ ഇടപ്പകത്ത് കൂടിയാണ്. അദ്ദേഹത്തെ കുറിച്ചിട്ട് ഞാൻ ഹൈക്കോടതിയിലെ സീനിയർ അഭിഭാഷകരോട് ഞാൻ സംസാരിച്ചപ്പോൾ എനിക്ക് മനസ്സിലായ ഒരു കാര്യം, ഈ കൗസർ ഇടപ്പകത്ത് എന്ന് പറയുന്ന ഒരു ട്രയൽ കോർട്ട് ജഡ്ജാണ്. നമുക്കറിയാം ഹൈക്കോടതി ജഡ്ജിമാരായിട്ട് രണ്ട് സ്ട്രീമിൽ നിന്നാണ് വരിക. ഒന്ന് കീഴ്ക്കോടതിയിൽ നിന്ന് ജുഡീഷ്യൽ സർവീസിൽ ജോലിക്ക് കയറി കീഴ്ക്കോടതിയിൽ നിന്ന് പിന്നെ പ്രൊമോഷൻ കിട്ടി ജില്ലാ ജഡ്ജൊക്കെ ആയി അത് കഴിഞ്ഞ് ഹൈക്കോടതി ജഡ്ജിമാരാവുന്ന ഈ ജുഡീഷ്യൽ സ്ട്രീമിൽ നിന്ന് വരുന്ന ഒരു വിഭാഗം ജഡ്ജിമാർ. രണ്ടാമത്തെ ഒരു വിഭാഗം എന്ന് പറയുന്നത് മുന്തിയ പിന്നെ അഭിഭാഷകരൊക്കെ ആയതിനു ശേഷം സർക്കാർ വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും സർക്കാരിന്റെ പിന്നെ റെക്കമെൻഡേഷൻ കൂടി, ഈ രണ്ടുപേരും സർക്കാരിന്റെ റെക്കമെൻഡേഷൻ കൂടിയാണ് വരുന്നത്. പക്ഷെ താരതമ്യേന നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത് ഈ ജുഡീഷ്യൽ സർവീസിൽ നിന്ന് വരുന്ന അഭിഭാഷകർക്ക് ഈ അപ്പുറത്തെ സ്ട്രീമിൽ നിന്ന് വരുന്ന ജഡ്ജിമാർക്ക്, ജുഡീഷ്യൽ സ്ട്രീമിൽ നിന്ന് വരുന്ന ജഡ്ജിമാർക്ക് ഹൈക്കോടതി അഭിഭാഷകർ ജഡ്ജിമാരായി വരുന്നവരെ അപേക്ഷിച്ച് കുറച്ചുകൂടി ഒരു 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 എന്താണ് നിഷ്പക്ഷം എന്നുള്ളതിനേക്കാൾ കുറച്ചുകൂടി അവര് വെൽ വേഴ്സ്ഡ് ആണ് എന്ന് നമുക്ക് തോന്നിയിട്ടുണ്ട്. കാരണം എന്താന്ന് പറഞ്ഞാല് അവര് കീഴ്ക്കോടതികളിൽ നിന്ന് കേസ് കേട്ട് വരുന്ന ന്യായാധിപൻ, മനസ്സിലായി, അതായത് അവർക്ക് ന്യായാധിപൻ എന്നുള്ള നിലയിൽ അവർക്ക് മറ്റ് സ്ട്രീമിൽ നിന്ന് വരുന്നവനേക്കാൾ കൂടുതൽ എക്സ്പീരിയൻസ്, മനസ്സിലായി. അപ്പൊ അങ്ങനെ നോക്കുമ്പോൾ ഈ കൗസർ ഇടപ്പകത്ത് ഒരു കാര്യക്ഷമമായി കേസുകൾ കൈകാര്യം ചെയ്യുകയും വിധിന്യായം പുറപ്പെടുവിക്കുകയും ചെയ്യുന്ന ഒരു ട്രയൽ കോർട്ട് ജഡ്ജായിട്ടാണ് അറിയപ്പെട്ടിട്ടുള്ളത്. അദ്ദേഹത്തിന്റെ കീഴ്ക്കോടതിയിലുള്ള ഒരുപാട് ജഡ്ജ്മെന്റുകൾ കാര്യകാരണ സഹിതം പിന്നെ അദ്ദേഹം കൊടുത്തിട്ടുണ്ട് എന്ന് മാത്രമല്ല, ഞാൻ കേട്ട വേറൊരു കാര്യം എന്ന് പറയുന്നത് ഒരുപാട് സൈറ്റേഷൻസ്, ഒരുപാട് മുൻകാല വിധികൾ തന്റെ വിധിന്യായത്തെ ന്യായീകരിക്കാൻ വേണ്ടിയിട്ട് വിധിന്യായത്തിൽ ഉപയോഗിക്കുന്ന ഒരാളാണ് കൗസർ ഇടപ്പകത്തെന്നും ഞാൻ കേട്ടിട്ടുണ്ട്. അപ്പൊ ആ സാഹചര്യങ്ങളെല്ലാം കൂടെ വെച്ച് നോക്കുമ്പോൾ ഒരുപക്ഷെ ഈ കാലതാമസം പോസിറ്റീവായിട്ട് കാണണം എന്നാണ് എന്റെ മനസ്സ് പറയുന്നത്. ഒരുപക്ഷെ ഈ സമയം, ഈ അവധിയൊക്കെ എടുത്ത് ഒരുപക്ഷെ അദ്ദേഹം എടുക്കുന്നത് വളരെ വിശദമായി കാര്യകാരണ സഹിതം പൊതുമണ്ഡലം പ്രതീക്ഷിക്കുന്ന ഒരു വിധിന്യായത്തിന് അനുകൂലമായൊരു വിധി പുറപ്പെടുവിക്കാനായിരിക്കും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. പക്ഷെ ഇതൊക്കെ പറയുമ്പോഴും ഒരുപാട് സമ്മർദ്ദങ്ങൾ മറുഭാഗത്ത് നിന്ന് ഉണ്ടാവാൻ ഉള്ള സാധ്യതയുണ്ട് എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. ഏത് തരത്തിലുള്ള സമ്മർദ്ദം ചെലുത്താനും മടിയില്ലാത്ത റുത്ലസ് ആയിട്ടുള്ള ഒരു ഭരണകൂടമാണ് അപ്പുറത്തിരിക്കുന്നത് എന്ന് നമുക്കറിയാം. പക്ഷെ ആ സമ്മർദ്ദങ്ങൾക്കൊന്നും വഴിപ്പെടുന്ന ആളല്ല കൗസർ ഇടപ്പകത്ത് എന്ന ന്യായാധിപൻ എന്നാണ് ഹൈക്കോടതിയിൽ നിന്നുള്ള മുതിർന്ന അഭിഭാഷകർ എന്നോട് പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് ഈ വരുന്നൊരു കാലതാമസത്തെ നെഗറ്റീവായിട്ടല്ല പോസിറ്റീവായിട്ട് കാണാനും പോസിറ്റീവായിട്ടൊരു വിധി വരാനും വേണ്ടിയുള്ള ഒരു സമയമാണ് ഈ ന്യായാധിപൻ എടുക്കുന്നത് എന്നാണ് ഞാൻ ഒരു അഭിഭാഷകൻ എന്നുള്ള നിലയിൽ, പൊതുപ്രവർത്തകൻ എന്നുള്ള നിലയിൽ ഞാൻ വിശ്വസിക്കുന്നത്.
വളരെ നന്ദി ശ്രീ കെ എം ഷാജഹാൻ. നന്ദി, നമസ്കാരം.